ഹലോ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ചലഞ്ച് ആയിട്ടാണ്. A to Z ഷോപ്പിംഗ് ചലഞ്ച്. അപ്പൊ പേര് പറഞ്ഞ പോലെ തന്നെ A മുതൽ Z വരെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഓക്കെ, ചലഞ്ചിന്റെ ടൈം ലിമിറ്റ് ടൈമില്ല, ഇതിനകത്ത് ടൈമില്ല. എത്ര സമയം വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം, എനിക്ക് ഇഷ്ടമുള്ള സമയം എടുക്കാം. പിന്നെ ഒരു കണ്ടീഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ A മുതൽ Z വരെയുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുമല്ലോ, അതിനകത്ത് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അവരായിരിക്കും വിന്നർ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? പ്രൈസ് ശ്രദ്ധിക്കണം. പ്രൈസ് ശ്രദ്ധിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വേണം പർച്ചേസ് ചെയ്യാൻ. അപ്പൊ നമ്മൾ നേരെ സാധനം വാങ്ങിക്കാൻ പോകുന്നു, പർച്ചേസ് ചെയ്ത് തിരിച്ചു വരുന്നു, ബാക്കി കാര്യങ്ങൾ നോക്കുന്നു, ബഡ്ജറ്റ് നോക്കുന്നു. ഓക്കെ, റെഡി? നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോണത്. കാവടി തുള്ളിയാണ് പോണത്. തിരിച്ചേത് കൊലത്തിൽ വരുന്ന തമ്പുരാനറിയാം. ആക്ച്വലി രാത്രി തിരക്കുണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ രാത്രി ഇറങ്ങിയത്. അപ്പോൾ രാത്രി പകലിനേക്കാ തിരക്ക് കണ്ട് തിരിച്ച് പോന്നാലോ എന്നൊക്കെ ആലോചിച്ചു. പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ 2 ട്രോളിയൊക്കെ എടുത്തു. രണ്ടാളും 2 സെപ്പറേറ്റ് ട്രോളിയൊക്കെ എടുത്ത് അകത്തോട്ട് കയറി. ഇത്രയും ആളുകളുടെ ഇടയിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഗൈസ്, നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് A നോക്കാം. നോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയെങ്കിലും കിട്ടിയില്ല. പിന്നെ തെണ്ടി തിരിഞ്ഞ അവസാനം പച്ചക്കറി സെഷൻ പോയി കുറച്ച് ഉള്ളി അങ്ങോട്ട് എടുത്തു. ഓയെങ്കിൽ കിട്ടട്ടെ. ഇതൊന്നും നല്ല രസം. ലാസ്റ്റ് ഈ ഓനിയനും മാറ്റി വെക്കുന്നുണ്ട്. ഓനിയന് പകരം വേറൊരു സംഭവമാണ് ലാസ്റ്റ് എടുത്തത്. അങ്ങനെ ആകെപ്പാടൊരു അലമ്പായിരുന്നു. C വെച്ച് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്യാബേജ് ആണ്. നമ്മൾ ആദ്യം ഇപ്പോൾ W വെച്ചിട്ടാണ് എടുക്കുന്നത്. W വെച്ചിട്ട് വാട്ടർമെലോ. C വെച്ചിട്ടാണ് എടുക്കുന്നത്. C വെച്ചിട്ട് ഇതാണ്. അടുത്തത് നമ്മൾ T വെച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. T വെച്ചിട്ട് നമ്മൾ ടൊമാറ്റോ ആണ് എടുക്കാൻ പോകുന്നത്. Y വെച്ചിട്ട് നമ്മൾ യോഗേർട്ട് ആണ് എടുക്കാൻ പോകുന്നത്. അടുത്തത് നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമ്മൾ ലിച്ചിയുടെ ഫ്രൂട്ട്. നെക്സ്റ്റ് നമുക്ക് ഐസ്ക്രീം ഐറ്റംസ് എന്താ നോക്കാം. യെസ്, കുൽഫി. K വെച്ചിട്ട് കുൽഫി എടുക്കാം. ആൻഡ് I വെച്ചിട്ട് ഐസ്ക്രീം എടുക്കാം. അടുത്തത് നമ്മൾ ഐസ്ക്രീം സെഷൻക്കാണ്. അവിടെ നമ്മളെ എതിരാളിണ്ട്. എതിരാളിനെ പറ്റാം ഐസ്ക്രീം വേണ്ടിട്ട് അത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട്. അത് വെച്ചില്ല. ഐസ്ക്രീം ബഡ്ജറ്റ്. നമുക്ക് നെക്സ്റ്റ് ടീ വെച്ചിട്ട് ഇവിടെ ടാങ്ക് കാണുന്നുണ്ട്. ടാങ്ക് സാധനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ മാക്സിമം ബഡ്ജറ്റ് കൊടുക്കണ്ടേ. ബഡ്ജറ്റ് കൊടുക്കാനുള്ളതില്ല. എസ് വെച്ചിട്ട് നമുക്ക് സാമ്പാർ പൗഡർ. അടുത്ത നമ്മൾ പമ്പേഴ്സിന്റെ സൈഡില്ല, പക്ഷെ നമുക്ക് പമ്പേഴ്സ് ആവശ്യമുണ്ട്. ബഡ്ജറ്റാണ് വിഷയം. അടുത്തത് നമ്മൾ കടലമുട്ടായി. ഇതിന്റെ ഇംഗ്ലീഷ് എന്താ? ഗ്രൗണ്ട് നട്ട്സ് ചിക്കിനൈസ് വെച്ചിട്ട് നമ്മൾക്ക് കുറുകുറു. നെക്സ്റ്റ് T വെച്ചിട്ട് പാർലിജി. B വെച്ചിട്ട് ബോൺവിറ്റ ഉണ്ട്. ബോൺവിറ്റയുടെ ബിസ്ക്കറ്റ് ഉണ്ട്. O വെച്ചിട്ട് ഓറിയോ ബിസ്ക്കറ്റ് ഉണ്ട്. ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. യെസ്, മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ്. നമുക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. എന്താ ബോൺസ്? വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ. നമ്മൾ M വെച്ചിട്ട് മിൽക്ക് മിസ്റ്റ് എടുത്തു. നെക്സ്റ്റ് നമുക്ക് എല്ല് വെച്ചിട്ടുള്ള ഐറ്റം ദേ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്കൊരു ഫ്ലേവർ എടുക്കാം. ഓക്കെ, ഇതെടുക്കാം. യെല്ലോ. J വെച്ചിട്ട് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. ജുബിലോ പോപ്കോൺ ഉണ്ടാക്കുന്നത്. പോപ്കോൺ. എന്നില് നമുക്ക് നന്ദിനി ഗുഡ് ലൈഫിന്റെ മിൽക്ക് എടുക്കാം. ഡെയിലി നമുക്ക് ഡയറി മിൽക്ക് എടുക്കാം. ആൻഡ് എഫില് 5 സ്റ്റാർ. നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. എമ്മിൽ നമുക്ക് എടുത്ത ഐറ്റം മാറ്റി വെച്ചിട്ട് മിൽക്കി ബാർ എടുക്കാം. എഫ് വെച്ചിട്ട് ഫ്യൂസ് മുട്ടായി. ഡി വെച്ചിട്ട് ഡയറി മിൽക്ക്. O വെച്ചിട്ട് നമുക്ക് ഓർബിറ്റ് എടുക്കാം. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ നമ്മളെ എതിരാളിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഇല്ല
കൊറേ സാധനങ്ങളൊക്കെ എടുത്തുക്കണു. ഞാനും ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായി. ഞാനും ഏറെക്കുറെ കംപ്ലീറ്റ് ആവാറായി. എണ്ണി വെച്ചിട്ട് നെയിൽ കട്ടർ, പിന്നെ ഇത് ഹാൻഡ് കോൺ, ബി വെച്ചിട്ട് ഇവിടെ ബൂമർ, ബബ്ലീഡിയുടെ ഹെയർ ഷാമ്പു. ഇത് വീട്ടിൽ യൂസ് ആക്കുന്ന സാധനമാണ്. അപ്പോൾ ഇപ്പോൾ വാങ്ങും. ഫൈനലി നമ്മൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ. ബില്ലിൻ്റെ അവിടെ ഭയങ്കര തിരക്കാണ്. നമ്മൾ ക്യൂ നിൽക്കുകയാണ്. വിരാളി ബില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതും ടെണ്ടടേ. അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട്. നമുക്കിനി എന്തൊക്കെ ഐറ്റംസ് പർച്ചേസ് ചെയ്ത് നോക്കാം. നീ എല്ലാ ലെറ്റേഴ്സും കവർ ചെയ്തോ? രണ്ടെണ്ണം സ്കിപ്പ് ചെയ്തു. ഞാൻ എന്തായാലും പറയില്ല, നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് നമുക്ക് എ മുതൽ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ എടുക്കുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് എല്ലാതൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോയത്. ഓക്കെ, അപ്പൊ എ എടുത്തോ. എവിടെ അമൂൽ? അമൂലിന്റെ ബട്ടർ അവിൽ. പ്രൈസ് പറയണ്ടേ? പ്രൈസ് പറഞ്ഞോ. 42. 60. യെസ്, 42. സെക്കൻഡ് ബൂമർ ബോൺവിറ്റ 10. 10. 10. സെയിം പോയിന്റ്. സി ക്യാപ്സിക്കം ക്യാരറ്റ്. ഇതിന് എത്ര? 14. ഇതിനൊരു 10. ഡി ഡയറി മിൽക്ക്. ഡയറി മിൽക്ക് ആണോ? നോക്കട്ടെ. ഞാനോ ഡയറി മിൽക്ക് 10. 10. ഇന്ത്യൻ ടൈം. സൈൻ അല്ലേ? ഇയർബഡ്സ്. എന്താ ഇയർബഡ്സ് പ്രൈസ് നോക്കട്ടെ. 100. വെറും 5 രൂപയുമായി ഞാൻ XO5. ചിന്തിക്കണം, ബുദ്ധി വെച്ച് ചിന്തിക്കണം. യെസ്, നമ്മൾ ഈ അല്ലേ കവർ ചെയ്ത്? യെസ്. കിട്ടി. ഫ്യൂസ് ആണോ? ഇതിന്റെ പ്രൈസ് വരുന്നിട്ട് 20. ഞാൻ എഫ് വെച്ച് കൊടുത്തില്ല. 5 സ്റ്റാർ. പ്രൈസ് 10. നീ 20. അപ്പൊ അവിടെ ഞാൻ സ്കോർ ചെയ്തു. ജി കടലമിഠായി. കടലമിഠായി ജി വരിക. ഗ്രൗണ്ട് നട്ട് ചിക്കൻ ഐസ്. ഇത് കള്ളക്കളിയാണ് കേട്ടോ. അങ്ങനെയൊന്നും പറ്റില്ല. കടലമുട്ടായി കപ്പലണ്ടി, K4 കപ്പലണ്ടിയാണ്. ഏത് നമ്മുടെ ലെറ്റർ ജി അല്ലേ? ജി മിസ്സിംഗ് ആണല്ലോ. ജീര വെറും 16. ഗൈസ്, ഞാൻ 16 രൂപക്കാണ് ജീര വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് എച്ച്. എന്താ? ഹാൻഡ് കോൺ. ഹോർലിക്സ്. എത്ര രൂപ? 20. 5 രൂപ. വെറും 5 രൂപ. ഐസ്ക്രീം. ഇത് ഞാൻ അപ്പൊ തന്നെ കഴിച്ചു ഗൈസ്. കഴിച്ചല്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല, ഫ്രിഡ്ജ് കൊണ്ടുവന്ന് വെച്ചു. ഇതിന് 10. അയ്യോ, ഇതിന് 23. ഞാൻ സ്കോർ ചെയ്തു. നെക്സ്റ്റ് ജെ ബിസ്ക്കറ്റ്. ജുബിലോ. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റി. ജെ അല്ലേ ജീര വരിക? J4 ജീര. മറ്റേത് ജി ആയിരുന്നു. ജി എനിക്ക് ഗുഡ് ആണ്. ചെറുതായിട്ടൊന്ന് ജിയും ജെയും മാറിപ്പോയതാണ്. ജി ഗുഡ് ആണ്, ജെ ആണ് ജീര. ഓക്കെ, ഏതാ? ബിസ്ക്കറ്റ്. ജുബിലോ. ഓക്കെ. എന്താ? ഞാൻ കുറുക്കുറു. കുൽഫി. പ്രൈസ് 20. കുൽഫിക്ക് വെള്ളമായിട്ടോ. എൽ ലിച്ചി. ലൈസ്. ഇതിന് 10. 10 ആണല്ലേ? 20. എന്താ? മിൽക്കി മിസ്റ്റിന്റെ ബിസ്ക്കറ്റ്. എത്ര രൂപ?
10. ഓക്കെ മിൽക്കി ബാർ 10 എൻ. എന്നെന്താ എന്നെ നെയിൽ കട്ടർ. എന്നെ എനിക്ക് ഇതാണ് നന്ദിനി ഗുഡ് ലൈഫ് മിൽക്ക്. ഇത് 90. എത്ര? 90. ഇത് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. 35. ഓക്കെ. ഓ വന്നിട്ട് ഓർബിറ്റ് ഓറിയോ 10. പി നെക്സ്റ്റ് പി എന്താ? ഒരു പി ഉള്ളു. ഞാൻ ഓക്കെ കിട്ടി. ഞാൻ ഫസ്റ്റ് പറയാം. പി പാർലജി 10. സെർച്ച് കിട്ടി. പോപ്കോൺ 30. 10. ക്യൂ കിട്ടിയിട്ടില്ല. എനിക്കും കിട്ടിയില്ല. സെയിം. അപ്പൊ Skip ചെയ്തു. ആറ് ഞാൻ റാബിറ്റ്. റോസ് ഇതിന് 80. ഇതിന് എനിക്ക് തോന്നുന്നു ഒരു 60 തോന്നുന്നു. 3 flowers 60. ഞാൻ Salt. സാമ്പാർ പൊടി. അത് ഈസ്റ്റ് ആണല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പേരും LF. സാമ്പാർ പൗഡർ എസ്. ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള ടൊമാറ്റോ. ടാങ്ക് 26. അതിന് ചീപ്പായിരിക്കും അല്ലേ? നെക്സ്റ്റ് യു ഉജാല. ഞാൻ യു ഒന്നും വാങ്ങിച്ചില്ല. ഓക്കെ വെച്ചോ. 30. എനിക്ക് യു കിട്ടിയില്ല. അടിപൊളി. ബിഗ്സ് ഇതിനൊരു 55+ അങ്ങനെ എന്തോ ഉണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയില്ല. അപ്പൊ ആ പോയിന്റ് അങ്ങനെ ബാലൻസ് ആയി പോയി. ഓക്കെ. ഡബ്ല്യു ഞാൻ വാട്ടർ മെലൺ. ഇത് ഫ്രിഡ്ജിലാണ്. എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ കണ്ടായിരുന്നു. നെക്സ്റ്റ് എന്റെ ഡബ്ല്യു വൈവൈന്റെ മസാല ഡിലൈറ്റ് ആണ്. കൂട്ടാലോ അല്ലേ? ഓക്കെ. എക്സ് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടിയില്ല. എക്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ജെറോക്സ് പേപ്പർ A4 പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ സ്കിപ്പ് അടിച്ചു. വൈ ഹെൽത്തി യോഗർട്ട്. അത് അൺഹെൽത്തി, ഇത് ഹെൽത്തി. ഇതിനെന്തോ 30 or 25 എന്താണ്. നിങ്ങൾ സിബ് എടുത്തേ? വേറെ ഒന്നും വേണ്ട. സെറ്റ്. ഓക്കെ. സിബ് ഒരു 10 rupees അല്ലേ? അപ്പൊ നെക്സ്റ്റ് നമുക്ക് ബില്ല് വലിയ ബില്ലാണ്. ഓക്കെ. നീ പറ. നിങ്ങൾ ആദ്യം പറയേ. നീ പറ. 740 ആയുള്ളൂ. അത്ര ആയുള്ളൂ. പക്ഷെ എനിക്ക് വെറും 588 മാത്രമായി. അപ്പൊ ഞാനാണ് വിന്നർ. നമ്മൾ സ്കിപ്പ് ചെയ്തതൊക്കെ ഒരുപോലെയാണ്. സോ അവിടെ പോയിന്റ്സ് ബാലൻസ് ചെയ്ത് പോവും. ദെൻ പ്രൈസ് കുറവായത് എനിക്കാണ്. അപ്പോ ഞാനാണ് വിന്നർ. യെസ്. അപ്പൊ ഇത്ര ഉള്ളു നമ്മുടെ A to Z ചലഞ്ച്. അത്യാവശ്യം നന്നായിട്ട് തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ പോയത്. അത്യാവശ്യം നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 2.5-3 മണിക്കൂർ നമ്മൾ അതിനകത്ത് ഉണ്ടാവും അല്ലേ? 2-3 മണിക്കൂർ ഓടി നടന്ന് ഷോപ്പ് ചെയ്തിട്ടാണ് ഇത്രയും സാധനങ്ങൾ കിട്ടിയത്. ഇത്രയും ബഡ്ജറ്റിൽ കിട്ടിയത് അല്ലെ? അല്ലെങ്കിൽ ഇതിനൊക്കെ കൂടുതലായിരുന്നു. അപ്പൊ എത്ര ഉള്ളൂ. നെക്സ്റ്റ് ചലഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുമായിരിക്കും. വരണം എന്നുണ്ടെങ്കിൽ പറയണം. ഓക്കെ. അപ്പൊ ഓക്കെ, ബൈ.